അസ്സലാമു അലൈക്കും. അന്നദറു നേർച്ച. അള്ളാഹുതാല പറയുന്നു, വമാ അംഫക്തും മിൻ നഫക്കത്തിൻ, നിങ്ങൾ ചെലവഴിച്ച ഏതൊരു ചെലവഴിക്കലും, ഔ നദർത്തും മിൻ നദരിൻ, നിങ്ങൾ നേർച്ചയാക്കിയ നേർച്ചകളും, ഫ ഇന്നല്ലാഹ യഅലംഹു, തീർച്ചയായിട്ടും അള്ളാഹു അതിനെക്കുറിച്ച് അറിയുന്നവനാണ്. അന്നദറു നേർച്ച, ഇൽത്തിസാമു മുസ്ലിമിൻ മുക്കല്ലഫിൻ, മുക്കല്ലഫും മുസ്ലിമുമായ ഒരാൾ ഏറ്റെടുക്കലാണ്. ഖുർബത്തൻ ലൈസത്ത് ഫർള ഐനിൻ, ഫർള ഐന് അല്ലാത്ത ഒരു സൽക്കർമ്മത്തെ, സവാഅൻ കാനത്ത് നഫ്ലൻ ഔ ഫർള കിഫായത്തിൻ, അത് സുന്നത്തായാലും ഫർള കിഫായ ആയാലും സമമാണ്. ക ഇദാമത്തി വിത്തിരിൻ, വിത്രിനെ പതിവാക്കുന്നു എന്നതുപോലെ. വ ഇയാദത്തി മരീദിൻ, രോഗിയെ സന്ദർശിക്കുക. വ സ്വലാത്തി ജനാസത്തിൻ, മയ്യത്ത് നിസ്കാരം നിർവഹിക്കുക. ഫലാ യസിഹു, അപ്പോൾ നേർച്ച ശരിയാവുകയില്ല. മിൻ കാഫിരിൻ, കാഫിരിൽ നിന്ന്. വ സ്വബിയിൻ, കുട്ടിയിൽ നിന്ന്. വ മജ്നൂനിൻ, ഭ്രാന്തനിൽ നിന്നും. വ കഥ ഇദാ നദറ ഐനിൻ, അപ്രകാരം ഫർള് ഐന് കൊണ്ട് നേർച്ചയാക്കിയാലും. വ ഹറാമിൻ, ഹറാമായ കാര്യം കൊണ്ടും. വ മക്രൂഹിൻ, കറാഹത്തായ ഒരു കാര്യം കൊണ്ടും. വ മുഹ്ബാഹിൻ, ഹലാല് കൊണ്ടും നേർച്ചയാക്കിയാലും ശരിയാവുകയില്ല. വലാ യസിഹു നദറു, അപ്പോൾ നേർച്ച ശരിയാവുകയില്ല. ഇല്ലാ ബിൽ ലഫ്ളി, വാക്ക് കൊണ്ടല്ലാതെ. നഹു ലില്ലാഹി അലയ്യ സൗമുൻ, ഉദാഹരണം, എൻ്റെ മേൽ അള്ളാഹുവിന് വേണ്ടി നോമ്പ് നിർബന്ധമാണ്. അലയ്യ സ്വലാത്തുൻ, അല്ലെങ്കിൽ എൻ്റെ മേൽ നിസ്കാരം നിർബന്ധമാണ്. വ ഇല്ലം യകുൽ ലില്ലാഹി, അള്ളാഹുവിന് വേണ്ടി എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും. ഔ നദർത്തു ഇഅ്തികാഫൻ, അല്ലെങ്കിൽ ഇഅ്തികാഫിന് ഞാൻ നേർച്ചയാക്കി. ഫലാ യസിഹു ബിമുജറദി നിയ്യതി, അപ്പോൾ നിയ്യത്ത് കൊണ്ട് മാത്രം നേർച്ച ശരിയാവുകയില്ല. വലാക്കിൻ യുസന്നു ലഹു ഇംലാഉ മാ നവാഹു, എങ്കിലും അവൻ കരുതിയതിന് വീട്ടൽ സുന്നത്താണ്. വ ഇദാ അറദ്നാ ഫിഅല മസ്നൂനി, സുന്നത്തായ ഒരു കാര്യം ചെയ്യാൻ നമ്മൾ ഉദ്ദേശിച്ചാൽ. വ നദർനാഹു, അതിനെ നേർച്ചയാക്കുകയും ചെയ്താൽ. ഫഅൽനാഹു, അതിനെ നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്താൽ. യഹ്സുലു ലനാ സവാബു ഫർലിൻ, അത് ഫർലിൻ്റെ പ്രതിഫലം നമുക്ക് കരസ്ഥമാക്കാം. വ സവാബുൽ ഫർലി അക്സറു, ഫർലിൻ്റെ പ്രതിഫലമാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലമുള്ളത്. മിൻ സവാബിൽ മസ്നൂനി, സുന്നത്തിൻ്റെ പ്രതിഫലത്തേക്കാൾ. വലൗ നദറ സൗമ യൗമിൻ ബി ഐനിഹി, ഒരാൾ ഒരു നിശ്ചിത ദിവസത്തിൻ്റെ നോമ്പിനെ നേർച്ചയാക്കിയാൽ. ലം യം സും കബുലഹു, അതിൻ്റെ മുമ്പ് നോൽക്കാൻ പറ്റുകയില്ല. ഫ ഇൻ ഫഅല അസിമ, അങ്ങനെ ചെയ്താൽ അവൻ കുറ്റക്കാരനാകും. വലം യസിഹ, ആ നോമ്പ് ശരിയാവുകയില്ല. വലാ യജൂസു തൗഖീറുഹു അൻഹു, ദിവസത്തൊട്ട് പിന്തിക്കാനും പറ്റുകയില്ല. ബിലാ ഉദ്രിൻ, കാരണം കൂടാതെ. ഫ ഇൻ ഫഅല സുഹ, അങ്ങനെ ചെയ്താൽ ആ നോമ്പ് ശരിയാകും. വകാന ഖലാഅൻ, എങ്കിലും കലാ വീട്ടേണ്ടതാണ്. വലവു നദറ സ്വലാത്തൻ, ഒരാൾ ഒരു നിസ്കാരം നേർച്ചയാക്കി. ഫയജിബു റക്അത്താനി, അവന് 2 റക്അത്ത് നിർവഹിക്കൽ നിർബന്ധമാണ്. ബി ഖിയാമി ഖാദിരിൻ, നിൽക്കാൻ കഴിയുന്നവനാണെങ്കിൽ നിന്നുകൊണ്ട് തന്നെ. ഔ സൗമൻ, അല്ലെങ്കിൽ ഒരു നോമ്പിന് നേർച്ചയാക്കിയാൽ. ഫ സൗമ യൗമിൻ, ഒരു ദിവസത്തെ ഒരു നോമ്പ് അവന് നിർബന്ധമാണ്. ഔ സ്വതക്കത്തൻ ഫമുത്തമവ്വിലുൻ, അല്ലെങ്കിൽ ഒരു സ്വതക്കയെ നേർച്ചയാക്കിയാൽ വിലമതിക്കുന്ന എന്തെങ്കിലും, അതാണ് മുത്തമവ്വിൽ എന്ന് പറഞ്ഞത്, നിർബന്ധമാകും. വയജിബു സൊറഫഹു, ആ സ്വതക്കയെ തിരിക്കൽ നിർബന്ധമാകും. ലിഹുരിൻ മിസ്കീനിൻ, സ്വതന്ത്രനായ ഒരു പാവപ്പെട്ട ആൾക്ക് അത് കൊടുക്കണം എന്നർത്ഥം. വന്നദറു ലൊർബാനി, നേർച്ച 2 വിധമുണ്ട്. അഹദുഹുമ, രണ്ടിൽ ഒന്ന് നെദറു തബറുരിൻ, അത് നെദർ തബറുറാണ്. വഹു, അത് മൻദൂബൻ, ഇത് സുന്നത്തായ നേർച്ചയാണ്. വഹു, അത് വഹുവ മാ യുത്ലബു ബിഹി, ഈ നേർച്ച കൊണ്ട് തേടലാണ്. അൽ ബിർറു വ തഖർറുബു ഇലല്ലാഹി തആല, ഗുണവും അള്ളാഹുവിലേക്കുള്ള അടുപ്പവും. വഹുവ, അത് നൗആനി 2 വിധമാണ്. അഹദുഹുമ, അതിലൊന്നാമത്തത് അൻ നദറുൽ മുഅല്ലഖു ബിശൈഇൻ, ഒരു വസ്തുവുമായി ബന്ധിപ്പിച്ചുകൊണ്ടുള്ള നേർച്ചയാണ്. നഹ്വ ഇൻ ഷഫല്ലാഹു മരീലി ഫഅലയ്യ സൗമൻ, ഉദാഹരണം, അള്ളാഹു എൻ്റെ രോഗം സുഖപ്പെടുത്തിയാൽ എൻ്റെ മേൽ നോമ്പ് നിർബന്ധമാണ് എന്ന് പറയുന്നത് പോലെ. ഫയൽസമുഹു ദാലിക, അപ്പോൾ ആ കാര്യം ചെയ്യൽ നിർബന്ധമാകും. ഇദാ ഹസലൽ മുഅല്ലഖു അലൈഹി, ബന്ധിപ്പിച്ച ആ കാര്യം ലഭിക്കുകയാണെങ്കിൽ. വയുസമ്മ നെദറു മുജാദാത്തിൻ, ഈ നേർച്ചക്ക് നെദർ മുജാദാത്ത് എന്നും പറയപ്പെടും. വസാനിഹിമ, നേർച്ചയിൽ നിന്ന് രണ്ടാമത്തത് മാലം യുഅല്ലഖ് ബിശൈഇൻ, ഒരു വസ്തുവിനോടും ബന്ധിപ്പിക്കാത്ത നേർച്ചയാണ്. ബൽ വഖഅ മുനജ്ജസൻ, അത് അപ്പോൾ തന്നെ നടത്തേണ്ടതാണ്.
നഹ്വ ലില്ലാഹി അലയ്യ സ്വലാത്തുൻ, ഉദാഹരണം അള്ളാഹുവിന് വേണ്ടി എൻ്റെ മേൽ നിസ്കാരം നിർബന്ധമാണ് എന്ന് പറഞ്ഞു. ഫയൽസമു അലൈഹിമ നദറഹു ഹാലൻ, അത് ആ സന്ദർഭത്തിൽ തന്നെ ചെയ്യൽ അവന് നിർബന്ധമാകുന്നതാണ്. വല്ലറബുസാനി, നേർച്ചയിൽ രണ്ടാമത്തെ ഇനം നെദറു ലജാജിൻ, നെദറു ലജാജാണ്. വഹു, അത് മക്രൂഹൻ, ഈ നേർച്ച കറാഹത്താകുന്നു. വ അലൈഹി യുഹ്മലു മാ ജാഅ ഫിൽ ഹദീസ് മിനൻ നഹി അനിൻ നദരി, നേർച്ചയെ തൊട്ട് വിരോധിക്കപ്പെട്ട ഹദീസിന് ഇതിൻ്റെ മേൽ ചുമത്തപ്പെടും. അൽ ലജ്ജാജു, ലജ്ജാജ് എന്ന് പറഞ്ഞാൽ അത്തമാദി ഫിൽ ഹുസൂമത്തി, തർക്കത്തിലേക്ക് വലിച്ചു വീഴ്ത്തുന്ന നേർച്ചയാണ്. സുമ്മിയ ബിദാലിക, ഇതുകൊണ്ടാണ് ഈ പേര് വെക്കപ്പെട്ടത്. ലിവുഖൂഇഹി ഹാലൽ ഗളബി, ദേഷ്യപ്പെടുന്ന അവസ്ഥയിലാണ് ഈ നേർച്ച സംഭവിക്കുക എന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പേര് വെച്ചത്. കൗലിഹി ലി ദൗജതിഹി, ഒരാൾ തൻ്റെ ഭാര്യയോട് പറയുന്നത് പോലെ, ഇൻ ദഹബ്തു ഇലാ ബൈതിക ഫഅലയ്യ കദാ, നീ നിൻ്റെ വീട്ടിലേക്ക് പോയാൽ ഞാൻ നിന്നെ ഇപ്രകാരം ചെയ്യും. വഫി ഹാദൻ നദരി, ഈ നേർച്ചയിലുണ്ട് ഇദാ ദഹബത് ഇലാ ബൈതിഹ, അവൾ അവളുടെ വീട്ടിലേക്ക് പോയാൽ യജിബു അലൈഹി മാ നദറ, അവൻ എന്താണോ നേർച്ച ചെയ്തത് അത് അവൻ്റെ മേൽ നിർബന്ധമാകും. ഔ കഫാറത്ത് യമീനിൻ, അല്ലെങ്കിൽ അവൻ സത്യലംഘനം നടത്തിയതിന് പ്രായശ്ചിത്തം ചെയ്യലോ നിർബന്ധമാകും. ഇനി തദ്രീബാത്ത്, ഒന്നാമത്തെ ചോദ്യം അജിബ്, ഉത്തരമേതാം. ഒന്ന്, അന്നദറു മാ ഹുവ, നേർച്ച എന്നാൽ എന്താണ്? അന്നദറു ഇൽത്തിസാമു മുസ്ലിമിൻ മുക്കല്ലഫിൻ ഖുർബത്തൻ ലൈസത്ത് ഫർള ഐനിൻ, നേർച്ച എന്ന് പറഞ്ഞാൽ മുക്കല്ലഫും മുസ്ലിമുമായ ഒരാൾ ഫർള് ഐന് അല്ലാത്ത ഒരു സൽക്കർമ്മത്തെ ഏറ്റെടുക്കലാണ്. രണ്ടാമത്തെ ചോദ്യം ഹൽ യസിഹു നദറു മിൻ കാഫിരിൻ, കാഫിരിൽ നിന്ന് നേർച്ച ശരിയാകുമോ? ലാ യസിഹു, ശരിയാവുകയില്ല. മൂന്ന്, ഹൽ യസിഹു നദറു ബി മുബാഹിൻ, ഹലായ കാര്യത്തിൽ നേർച്ച ശരിയാകുമോ? ലാ യസിഹു, ശരിയാവില്ല. നാലാമത്തെ ചോദ്യം ഹൽ യസിഹു നദറു ബി നിയ്യത്തിൻ, കരുതൽ കൊണ്ട് നേർച്ച ശരിയാകുമോ? ലാ യസിഹു ബി മുജറദ് നിയ്യത്തിൻ, നിയ്യത്ത് കൊണ്ട് മാത്രം നേർച്ച ശരിയാവുകയില്ല. അഞ്ച്, വമൻ നദറ സ്വലാത്തു മാതാ യജിബു അലൈഹി, ഒരാൾ നിസ്കാരത്തെ നേർച്ചയാക്കിയാൽ അവൻ്റെ മേൽ എന്ത് നിർബന്ധമാകും? വലൗ നദറ സ്വലാത്തൻ ഫയജിബു റക്അത്താനി ബി ഖിയാമി ഖാദിരീൻ, ഒരാൾ നിസ്കാരം നേർച്ചയാക്കിയാൽ അവൻ നിൽക്കാൻ കഴിയുന്നവനാണെങ്കിൽ നിന്നുകൊണ്ട് തന്നെ 2 റക്അത്ത് നിർവഹിക്കൽ നിർബന്ധമാകും. ബയ്യൻ, വ്യക്തമാക്കുക. ഒന്ന്, നദർ തബറുർ എന്നാൽ എന്താണ്? നദർ തബറുർ എന്ന് പറഞ്ഞാൽ വഹുവ മൻദൂബൻ, അത് സുന്നത്താണ്. വഹുവ മാ യുത്ലബു ബിഹി അൽ ബിർറു വ തഖറബു ഇലല്ലാഹി തആല, ഈ നേർച്ച കൊണ്ട് ഗുണവും അള്ളാഹുവിലേക്കുള്ള അടുപ്പവും തേടലാണ്. 2, നെദറു മുജാസാത്ത് എന്നാൽ എന്താണ്? നെദറുൽ മുഅല്ലഖ് ബിഷൈഇൻ, ഒരു വസ്തുവുമായി ബന്ധിപ്പിച്ചു കൊണ്ടുള്ള നേർച്ചയാണ്. മൂന്നാമത്തത് നെദറു ലജ്ജാജ്, എന്താണ്? ലജാജ് എന്ന് പറഞ്ഞാൽ തമാദി ഫിൽ ഹുസൂമത്തി, തർക്കത്തിലേക്ക് വലിച്ചു വീഴ്ത്തുന്ന ഒരു തരം നേർച്ചയാണ്. മസിൽ, ഉദാഹരണങ്ങൾ എഴുതാനാണ്. ഒന്ന്, നെദർ മുജാസാത്ത്, ഇൻ ഷഫല്ലാഹു മരീലി ഫഅലയ്യ സൗമുൻ, അള്ളാഹു എൻ്റെ രോഗം സുഖപ്പെടുത്തിയാൽ എൻ്റെ മേൽ നോമ്പ് നിർബന്ധമാണ് എന്നൊരു ഉദാഹരണം പറഞ്ഞിരുന്നു. രണ്ടാമത് നെദറു ലജാജിൻ്റെ ഉദാഹരണം കൗലിഹി ലി സൗജതിഹി, ഒരാൾ തൻ്റെ ഭാര്യയോട് പറയുന്നത് പോലെ, ഇൻ ദഹബ്തു ഇലാ ബൈതിക ഫഅലയ്യ കദാ, നീ നിൻ്റെ വീട്ടിലേക്ക് പോയാൽ ഞാൻ നിന്നെ ഇപ്രകാരം ചെയ്യുമെന്ന് പറയുക. സൽ വ തഅല്ലം, ചോദിച്ചു പഠിക്കാനാണ്. കഫാറത്ത് യമീൻ എന്താണ് എന്നുള്ളതാണ്. ഇത്തുക്കു റഖബത്തിൻ ഔ ഇത്ആമു അശറത്തി മസാക്കീന ഔ കിസ്വത്തുഹും ഫമൻ ലം യജിദ് ഷൈഅൻ മിൻ ദാലിക സ്വാമ 3 അയ്യാമിൻ, ഒരടിമയെ മോചിപ്പിക്കലാണത്, അല്ലെങ്കിൽ 10 മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കലാണ്, അല്ലെങ്കിൽ അവർക്ക് വസ്ത്രം കൊടുക്കലാണ്. അതിനും കഴിയാത്തവർ 3 ദിവസം നോമ്പ് നിൽക്കുക. ഇതാണ് കഫാറത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.